ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ ന്യൂ ജനറേഷനിലുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപകടത്തിൽ ചെന്നപ്പെടുന്ന ഒരു കാഴ്ച നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇക്കഴിഞ്ഞ 20-ാം തീയതി മലപ്പുറം സ്വദേശിയായ പെരിന്തൽമണ്ണയിലുള്ള 16-കാരിയായ പെൺകുട്ടി വീട്ടിലുള്ളവരോട് പിണങ്ങി ചെന്നുപെട്ടത് കോഴിക്കോടുള്ള ബീച്ചിലാണ്. അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരോട്, അവിടെ കണ്ട രണ്ടുപേരോട് പെൺകുട്ടി ഭക്ഷണം ചോദിക്കുകയും അവർ ഭക്ഷണം കൊടുക്കാം, താമസസൗകര്യം കൊടുക്കാം എന്നുള്ള വാഗ്ദാനത്തോടുകൂടി കൂട്ടിക്കൊണ്ടുപോവുകയും ഫ്ളാറ്റിൽ കൊണ്ടുപോയി ഈ കൊണ്ടുപോയ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരും കൂടി ചേർന്ന് കുട്ടിയെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. 21-ാം തീയതിയാണ് പെൺകുട്ടിയെ തിരികെ ബീച്ചിൽ അവർ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത്. ഇതിനിടെ പെൺകുട്ടിയുടെ വീട്ടുകാർ കുട്ടിയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകി. പിന്നീടുള്ള അന്വേഷണത്തിലാണ് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാക്കി രണ്ട് പ്രതികളെ കൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ എത്ര കേട്ടാലും നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, സ്ത്രീകൾ അല്ലേ, വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അപകടത്തിൽ ചെന്നുപെടുന്നു. വീട്ടിലുള്ള ആൾക്കാർ നിസ്സാര കാര്യം പറയുമ്പോഴത്തേക്ക് അത് പറഞ്ഞു പിണങ്ങി, പറഞ്ഞാൽ കേൾക്കാതെ ഇറങ്ങിപ്പോയി ചെന്നുപെടുന്നത് എന്താണ്, എവിടെയാണ്? അക്രമി സംഘത്തിന്റെ പിടിയിലാണ്. അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ കുട്ടിയുടെ മരണത്തിന് വരെ ഇടയാക്കാവുന്ന സംഭവങ്ങളാണ് ഇത്. ഈ പെൺകുട്ടി ഇതുപോലുള്ള അസമയത്ത് അല്ലെങ്കിൽ വീട്ടുകാരോട് പിണങ്ങി ചെല്ലുന്നത് ഇതുപോലെയുള്ള അക്രമികളുടെ മുമ്പിൽ ചെന്ന് പെട്ട് കഴിയുമ്പോൾ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണ്, ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്, ആ കുട്ടിയുടെ ഭാവി എന്താണ്? ഇതുപോലെയുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമൂഹത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ആരുടെ ശ്രദ്ധക്കുറവാണ്, അല്ലെങ്കിൽ ആരുടെ കുറ്റമാണ്? ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ അല്ലെ, വീട്ടിൽ നിന്നും കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ ചില കുട്ടികൾ അംഗീകരിക്കണം എന്നില്ല. പക്ഷെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കേരളമാകെ നമുക്ക് എന്തുകൊണ്ടാണ് പല പ്രശ്നങ്ങളുമായി, പല കേസുകളും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എത്ര പറഞ്ഞാലും കുട്ടികൾ കേൾക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടികൾ പിന്നെ ചാടിപ്പുറപ്പെടും അല്ലേ. അത് കഴിയുമ്പോഴാണ് തിരിച്ചു കയറാൻ പറ്റാത്ത അപകട സന്ധിയിലേക്ക് ചെന്നപ്പെടുന്നത്. അപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടുകാരോട് ഒരു കാരണവശാലും വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അവിടെ തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമുക്ക് എന്താ പറയുക, വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ, ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ചിലപ്പോൾ വഴക്ക് പറഞ്ഞിരിക്കും. അപ്പോഴെല്ലാം ചാടി പുറപ്പെടാതിരിക്കുക. ഇതുപോലുള്ള ഈ പെൺകുട്ടിയുടെ അവസ്ഥ വരാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക.